തരത്തിൽ ബുദ്ധിപരമായ കുടുക്കാനാണ്. കാരണം എന്നോട് പറഞ്ഞിരുന്നത് അഖിൽമാരാരും സാബു ജേക്കബ് രാജീവ് ചന്ദ്രശേഖറും സാബു ജേക്കബും ചേർന്നിരിക്കുന്ന ഒരു പ്രസ് മീറ്റിൽ അഖിലിൻ്റെ പേരും മണ്ഡലവും അനൗൺസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ അഖിലിനെ ഇൻവൈറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. കൊട്ടാരക്കര. അപ്പോൾ ഇത് ചെയ്തതെന്താണ്? എന്നെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പുള്ളി 2020 ചേർന്ന് ഞാൻ അനൗൺസ് ചെയ്തു. പിന്നെ നമ്മൾ പെട്ടുപോയില്ലേ? നമ്മൾ അതുവരെ സ്വതന്ത്രമായിട്ട് നിന്ന ഒരാൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രാഷ്ട്രീയ പാർട്ടിക്കാരനായിട്ട് വാർത്തകൾ മുഴുവൻ കയറി കഴിഞ്ഞാൽ പിന്നെ അതിനൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ പെട്ടെന്ന് അവിടെ വന്നിരുന്ന് നിഷേധിക്കാൻ പറ്റും? ഒന്നും പറ്റില്ല. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ തോക്കാൻ വേണ്ടി മത്സരിക്കാൻ പറ്റുമോ? ഒരു ജയസാധ്യതയില്ലാത്തൊരു മണ്ഡലത്തിൽ നമ്മൾ മത്സരിക്കുമ്പോൾ പ്രവർത്തകർക്കെങ്കിലും ഒരു ആത്മവിശ്വാസം ഉണ്ടാവണ്ടേ? പ്രത്യേകിച്ച് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത ജനങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഇവരെ കൊണ്ട് ചക്കയ്ക്ക് കുത്തണം. അപ്പം പരമാവധി ആത്മവിശ്വാസം കൊടുക്കണം. ഒരു തെരഞ്ഞെടുപ്പിൽ അവരെ കൂട്ടിയിണക്കാൻ വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതി ഒരു മണ്ഡലം കമ്മിറ്റി ഓഫീസ് പോലും ഇല്ലായിരുന്നു കേട്ടോ. ഒരു മണ്ഡലം കമ്മിറ്റി ഓഫീസ് പോലും NDAക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഇല്ലെങ്കിൽ അത് തൃക്കാക്കരയിൽ ഞാൻ മത്സരിച്ച മണ്ഡലത്തിലാണ്. ഇവിടിപ്പം ജയിക്കുന്ന ഒരു സാധ്യതയില്ല. എന്നെ ജയിപ്പിക്കുക തോൽപ്പിക്കുക. നമ്മളിപ്പം ഇന്ത്യയുടെ നമ്മൾ മത്സരിക്കുന്ന വ്യക്തികളല്ലോ. അഖിൽമാരാരെന്ന് പറയുന്ന വ്യക്തിയല്ലോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 3 രാഷ്ട്രീയ ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. ആ രാഷ്ട്രീയ ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിൽ എനിക്ക് മാന്യമായ രീതിയിൽ മത്സരിക്കാനുള്ള ഒരു അവസരം നൽകണമായിരുന്നു. അതായത് എന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനെ നിർത്തിക്കൊണ്ട് വന്നതല്ല. ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തടത്തു നിന്ന് ഒരുവിധം ഓടിയെത്തി അതിലൂടെ ഉണ്ടാക്കിയെടുത്ത ഇഷ്ടമാണ്. ജനങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടത് എന്നിലുള്ള സത്യസന്ധത കണ്ടിട്ടാണ്. ആ സത്യസന്ധത ഞാൻ വെറുതെ കളഞ്ഞത്. ഇപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കും എന്താ BJP പോകല്ലേ? BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ല. BJP മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വ ദേശീയ ബോധം എന്ന ആശയത്തിൽ പൂർണ്ണമായും എനിക്ക് ഉറച്ചു നിൽക്കാൻ പറ്റില്ല. കാര്യം എനിക്കൊരു ഇതര സമുദായത്തെയും വെറുപ്പിച്ച് സംസാരിക്കാൻ എനിക്കറിയില്ല. ഇതര സമുദായമായാലും സത്യം എവിടെയാണോ അവർക്കൊപ്പം നിന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റും. ഞാൻ 4 പേര് ഒരു വർഗീയ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടില്ല. പക്ഷേ ശരികൾ സംസാരിക്കുമ്പോൾ നമ്മളെ വർഗീയവാദിയാക്കുന്ന പരിപാടി, ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണ്ടും ചെയ്യുന്നത്. ഞാൻ ഭയങ്കര കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ്. എൻ്റെ അടിസ്ഥാന രാഷ്ട്രീയത്തിൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെയ്തികളെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. അതിനപ്പുറം ഞാനൊരു വർഗീയവാദിയല്ല. എനിക്ക് അങ്ങനെ ഒരു ചാപ്പ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അടിച്ചു തിരിയാൻ വേണ്ട. പക്ഷേ 2020 ഞാൻ മത്സരിക്കുമ്പോൾ ഒരു സ്വതന്ത്രനാണ്, മതേതര മൂല്യമുള്ള ഒരാളാണ്. ഈ ബോധം എന്നിലുണ്ട്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാമെന്ന് ഞാൻ കരുതി.